അപ്പോൾ പടത്തിനെക്കുറിച്ചുള്ള അഭിപ്രായം പറയാം. സത്യം പറഞ്ഞാൽ എനിക്കിത് ഇംഗ്ലീഷിൽ ചെയ്യണമെന്നുണ്ടായിരുന്ന വീഡിയോ. പക്ഷേ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇംഗ്ലീഷിൻ്റെ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. ആ ഒരു എന്താണ് എനിക്ക് അനുഭവിച്ചത്, എനിക്ക് ഫീൽ ചെയ്തത് ഇംഗ്ലീഷിൽ എനിക്ക് പറഞ്ഞ് ഫലിപ്പിക്കാനുള്ളൊരു കഴിവില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇത് മലയാളത്തിൽ തന്നെ ചെയ്യാം. പിന്നെ കാണാൻ താല്പര്യമുള്ളവർ കണ്ടാൽ മതി. സോ കഥ അങ്ങനെ പ്രത്യേകിച്ച് ഹെവി കഥയോ നടന്മാരോ നായികയോ അങ്ങനത്തെ ഒരു പടമല്ല ഇത്. ഇതൊരു ചെറിയ പടമാണ്. ചെറിയ പടം എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് പടം പോരാന്നല്ല കേട്ടോ. ചെറിയൊരു കോൺസെപ്റ്റ്, പക്ഷേ അവരതിൽ ഇട്ടേക്കുന്ന ഡീറ്റെയിൽസും എഫേർട്ടും ആ ഒരു എനർജി അതാണ് പടത്തിനെ മാറ്റി നിർത്തുന്നത്. സോ കഥ പ്രത്യേകിച്ചൊന്നുമില്ല. ഒരു കൂട്ടുകാരൻ കുഴി വീഴുന്നു, കുഴിയിൽ നിന്ന് പുള്ളിക്കാരനെ എടുക്കുന്നു. പക്ഷേ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ആ കുഴിയിൽ വീണ ആരും ഇതുവരെ എണീറ്റ് വന്നിട്ടില്ല എന്നാണ് അവിടുത്തെ ആൾക്കാരെല്ലാം പറഞ്ഞത്. പക്ഷേ മലയാളികൾക്കൊരു പ്രശ്നമുണ്ട്. നമ്മുടെ അടുത്ത് എന്തെങ്കിലും പറ്റില്ല അല്ലെങ്കിൽ അത് നടക്കില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അത് നടത്തിയില്ലെങ്കിൽ ഞങ്ങൾക്കൊരു സമാധാനം ഉണ്ടാവില്ല. അതുകൊണ്ട് ദ മെയിൻ പ്ലോട്ട് ഇസ് ഹൗ ഇങ്ങനെ ഫ്രണ്ട്സ് എങ്ങനെയാണ് പുള്ളിനെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ എനിക്ക് ഇതിലെന്ത് ഇത്ര കാണാനുള്ള എന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷേ പടത്തിൻ്റെ മേക്കിംഗ് ഇസ് സോ ഡീറ്റെയിൽഡ്. അതിൽ ഓരോ ചെറിയ സീൻസ് ആയാലും ചെറിയ ക്യാരക്ടേഴ്സിൻ്റെ ഇംപെർഫെക്ഷൻസ് ആയാലും ഡീറ്റെയിലിംഗ് ആയാലും നമ്മൾ അത് വീണ്ടും കാണും. ഫോർ എക്സാമ്പിൾ ദിസ് ഇസ് ഫുൾ സ്പോയിലേഴ്സ് ഉണ്ടാവും. അപ്പോൾ കാണാത്തവരാണെങ്കിൽ നിങ്ങളൊന്ന് പടം കാണാതെ പോയി പടം കണ്ടിട്ട് തിരിച്ചു വന്നാൽ മതി. എനിക്ക് ഐ ഡോണ്ട് കെയർ, ബിക്കോസ് നിങ്ങളത് കണ്ടില്ലെങ്കിൽ നിങ്ങളൊരു മണ്ടരാണ്. ചില സീൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ പടം തുടങ്ങുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു ആംബിയൻസ് സെറ്റ് ചെയ്യും. ആ ഒരു ഫ്രണ്ട്ഷിപ്പും അവരുടെ ബോണ്ടും അതും പക്കാ നാച്ചുറലാണ്. ആ സീൻസൊക്കെ കാണുമ്പോൾ നമുക്കൊരു ഇവരെന്തീ കാണിക്കണം പിന്നെ അങ്ങനെ ഒരു തോന്നലില്ല. നമുക്ക് അവരുടെ ഒരു കൂട്ടത്തിലായിട്ട് നമുക്ക് തോന്നുള്ളൂ. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഒരു സാധാരണ ഇങ്ങനെ ഈ ഒരു ഓവർലി ആ ഒരു ഫ്രണ്ട്ഷിപ്പും ബോണ്ടും പിന്നെ അവരുടെ വൈബും കാണിക്കാൻ വേണ്ടിയിട്ട് ആവശ്യമില്ലാത്ത എലിമെൻറ്റ്സ് ഇട്ട് നമ്മൾ തന്നെ ക്രിഞ്ച് എന്ന് തോന്നും. ഇതിലങ്ങനെ ഒരു സംഭവമില്ല. നമുക്ക് തുടക്കം കാണുമ്പോൾ തൊട്ട് ഇവർ ശരിക്കും ഫ്രണ്ട്സ് ആണെന്ന് നമുക്ക് ഫീൽ ചെയ്യണം. അത് തന്നെ ദാറ്റ്സ് എ നമ്പർ 1 സെല്ലിംഗ് ഫാക്ടർ ഓഫ് ദ മൂവി. അവർ തമ്മിലുള്ള ബോണ്ട് സോളിഡ്. അത് എനിക്ക് തോന്നുന്നു. കാരണം ഈ വർക്ക് ചെയ്യുന്ന ഓൾറെഡി ഇതിലെ ആക്ടേഴ്സ് എല്ലാം ഫ്രണ്ട്സാണ്. പിന്നെ ഇവർ കുറേ നാളായി, ഞാൻ തന്നെ ഇവർ പകുതി ആൾക്കാരും വർഷങ്ങളായിട്ട് സിനിമയിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവരൊക്കെ ഒരു ബോണ്ട് ഉണ്ടാവുമല്ലോ, കൂടെ നടന്നൊരു ബോണ്ട് ഉണ്ടാവുമല്ലോ ആയിരിക്കും. പിന്നെ ഏറ്റവും അല്ല, നിങ്ങൾ ഈ പടം കണ്ടിട്ടുണ്ടെങ്കിൽ ഇവരുടെ വേറൊരു പടമുണ്ട്, ദ തേർഡ് വേൾഡ് ബോയ്സ് എന്ന് പറഞ്ഞിട്ട്. സിമിലർ ഒരു എനർജിയാണ് ഇതിൻ്റെ അത്രയും പ്രൊഡക്ഷനൊന്നുമില്ല, പക്ഷെ സിമിലർ എനർജിയാണ്. ഇങ്ങനെ ബോയ്സ് ട്രിപ്പിന് പോകുന്നതും ദ ഫ്രണ്ട്ഷിപ്പ് ദാറ്റ് കൈൻഡ് ഓഫ് തിങ്. അപ്പോൾ അതിൻ്റെ ഒരു ഞാൻ പറയുകയാണെങ്കിൽ ആ പടത്തിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് പോലെ തോന്നി. ബട്ട് ലൈക്ക് ഇഫ് തേർഡ് വേൾഡ് ബോയ്സ് ഇത്രയായിരുന്നെങ്കിൽ മഞ്ഞുമേൽ ബോയ്സ് ലൈക്ക് അങ്ങോട്ട് പോവുകയാണ്, തിരിച്ചു വന്നിട്ടില്ല. അതുപോലത്തെ ഒരു എനർജിയാണ്. സോ അതൊരു വലിയ ഫാക്ടറാണ് ഈ പടത്തിൻ്റെ. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നിയത് സൗണ്ട് ഡിസൈൻ പിന്നെ സൗണ്ട് ഡിസൈൻ എങ്ങനെയാണ് നന്നാവാണ്ടിരിക്കുക. സുഷിൻ ഷ്യാമാണ് ബ്രോ. സുഷിൻ ഷ്യാം എന്ന് പറഞ്ഞാൽ എൻ്റെ ഈശോയെ എങ്ങനെ പറഞ്ഞ് എനിക്കറിയില്ല പുള്ളി എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന്. ഞാൻ എൻ്റെ 2-3 ഫ്രണ്ട്സ് എൻ്റെ പോയി സൗണ്ടിലൊക്കെ വർക്ക് ചെയ്യുന്ന ഫ്രണ്ട്സ് ഞാൻ ചോദിക്കുക എങ്ങനെയാണോ ലൈക്ക്, അതായത് ഒരു മനുഷ്യൻ്റെ മൂഡിനെ കറക്റ്റായിട്ട് മാച്ച് ചെയ്ത് ആ സീനിന് പറ്റിയ രീതിയിൽ മ്യൂസിക് കൊടുക്കുന്ന ഒരാൾ. ഹെവി ലൈക്ക് ഫോർ എക്സാമ്പിൾ മറ്റേ ഈ ഗുഹയിലേക്ക് വീണ് കഴിഞ്ഞിട്ടുള്ള ഒരു സൗണ്ട് ഡിസൈൻ ഉണ്ട്. നമുക്കങ്ങോട്ട് സ്ക്രീനിൽ നിന്ന് തല അനക്കാനോ ചെവി മാറ്റാനോ തോന്നില്ല, ആ രീതിയിലുള്ള സൗണ്ട് ഡിസൈൻ. അത് ഞാൻ കണ്ടത് എൻ്റെ ലാപ്ടോപ്പിലാണ്, ഞാൻ ഹെഡ്ഫോൺസ് ഇട്ടാണ് കണ്ടത്. ആൻഡ് എനിക്ക് എൻ്റെ അറ്റൻഷൻ സ്പാൻ വളരെ കുറവാണ്. അത് നമ്മുടെ ഈ ഫോണിൽ കാരണം പെട്ടെന്ന് അടുത്തത് എന്താ അങ്ങനെ ഞാൻ എൻ്റെ കേഴ്സർ അനക്കിയിട്ടില്ല പടം തുടങ്ങി നിർത്തണവരെ. അതുമാതിരിയുള്ള സൗണ്ട് ഡിസൈൻ, ഇറ്റ് ഈസ് സോ ഗുഡ്. സോ ഇവിടെ ഫോട്ടോ ഞാൻ കാണിച്ചാൽ കാണാം. ഇതാണ് സുഷിൻ ശ്യാം. പുള്ളിക്കാരൻ്റെ എല്ലാവർക്കും ഹെവിയാണ്. പോയി കണ്ട് ആഹ്ലാദിപ്പിൻ. ഈ വീഡിയോ ക്യാമറയുടെ മുമ്പിൽ നോക്കി സംസാരിക്കാൻ ഭയങ്കര മടിയാണ്, പക്ഷേ കൈൻഡ് ഹാവിങ് ഫൺ ദോ. പിന്നെ വാട്ട് ഞാനങ്ങനെ സ്ക്രിപ്റ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ ഈ പടം കണ്ട് ഒരു 3-4 ദിവസമായിട്ട് എൻ്റെ തലയിൽ ഈ ചിന്തകൾ മാത്രമുള്ളൂ. അതുകൊണ്ട് ഐ ഫീൽ ലൈക്ക് സ്ക്രിപ്റ്റ് ഉണ്ടാക്കി നിങ്ങൾ കാണേണ്ട സീൻ അങ്ങനെയൊന്നുമില്ല. നിങ്ങളിത് കാണണം, പക്ഷേ ഇത് എന്തുകൊണ്ട് കാണണം എന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ. പിന്നെ വേറെ ശ്രീനാഥ് ബാസിൻ്റെ ഞാൻ കട്ട ഫാനാണ്. എനിക്ക് ചെറുപ്പം തൊട്ട് ശ്രീനാഥ് ബാസിനെ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഫേസ്ബുക്കിൽ കവർ പേജൊക്കെ ആയിരുന്നു ശ്രീനാഥ് ബാസി. എൻ്റെ ഇത് മറ്റേ സമയത്താണ്, മറ്റേ ഡാത്തടിയ ഇറങ്ങിയ സമയത്തൊക്കെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു
ആക്ടർ തന്നെയല്ല, ഒരു ആർട്ടിസ്റ്റ് എന്ന് ഞാൻ പറയും. പുള്ളിക്കാരൻ്റെ സൗണ്ട് ആയാലും ദ വേ ഹി പുട്ട്സ് ഹിംസെൽഫ് ഔട്ട് ദർ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആക്ടറാണ് പുള്ളിക്കാരൻ്റെ. ഞാൻ പറയുന്നത് പുള്ളിക്കാരനെ അങ്ങനെ അഭിനയിച്ച് തകർത്തു എന്നൊന്നും ഞാൻ പറയില്ല. പക്ഷെ വാട്ട് എവർ സുഭാഷ് എന്തായിരിക്കണം എന്നുള്ളത് പുള്ളി കൊണ്ടുവന്നിട്ടുണ്ട്. മുഖത്തായാലും വർത്തമാനത്തിലായാലും ആറ്റിറ്റ്യൂഡിലായാലും സുഭാഷായിരുന്നു. ദാറ്റ്സ് നോട്ട് ശ്രീനാഥ് വാസി. ആ പുള്ളിക്കാരനായിരുന്നു ദ പേഴ്സൺ ഹു ഫെൽ ഡൗൺ ഇൻ ടു ദ കേവ് ആൻഡ് ഹു സർവൈവ്ഡ്. അതായിരുന്നു ശ്രീനാഥ് വാസി പടം മുഴുവൻ. പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് സിനിമാറ്റോഗ്രഫി ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല. പക്ഷെ ബിക്കോസ് ഇറ്റ്സ് എടാ എങ്ങനെയാടാ എന്താ പറയാനുള്ളത്? ഇത്രയും ഞാൻ പറയുന്നത് ആ ഗ്രൂപ്പിലെല്ലാവരും ഈ ക്രിയേറ്റീവ് ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർക്കറിയാം എന്താണ് വേണ്ടതെന്നുള്ളത്. അതിൻ്റെ കൂടെ ഷൈജു ഖാലിദിനെ കൂടെ കിട്ടി. പിന്നെ എന്താണ് ചെയ്യാനുള്ളത്? ഇനി ഒന്നും ചെയ്യാനില്ല. അതുമാതിരിയുള്ള സിനിമാറ്റോഗ്രഫി. ചില ഷോർട്സൊക്കെ ഉണ്ട്, ഞാൻ ആലോചിച്ചേ എടാ ഇതൊരു മലയാള പടമാണോ? സത്യമായിട്ട് ഇത് മലയാള പടം. ആ കേവിനകത്തുള്ള സീക്വൻസും സെറ്റ്, മറ്റേ ഈ ശ്രീനാഥ് ബാസിൻ്റെ കേവിനകത്തുള്ള മറ്റേ ഡ്രീം സീക്വൻസ് ഒക്കെ ഷൂട്ട് ചെയ്തേക്കുന്നത്, അത് സോ ബ്യൂട്ടിഫുൾ ടു ലുക്ക് അറ്റ്. ഇറ്റ്സ് ജസ്റ്റ് വാക്കുകളില്ല, സത്യമായിട്ടും പറയാൻ വാക്കുകളില്ല. അതുമാതിരിയാണ് അതിൻ്റെ സിനിമാറ്റോഗ്രഫി. എസ്പെഷ്യലി മറ്റേ ട്രിപ്പ് പോകുന്നതിൻ്റെ ഫുട്ടേജുകളും ട്രാവൽ ചെയ്യുന്നതിൻ്റെ ഫുട്ടേജുകളും. കാരണം അറൗണ്ട് 60% ഓഫ് ദ മൂവി ആ കെ വി തന്നെയാണ്. എന്നിട്ടും ഇത്ര പൊളിയായിട്ട് അതെല്ലാം പകർത്തി എടുത്തു. അതൊരു അണ്ടർ റേറ്റഡ് കഴിവാണ്. അതായത് നമുക്ക് ഇത്രയൊക്കെ ഉണ്ടായിട്ട് തന്നെ ഒരു ഫോട്ടോ എടുക്കുമ്പോൾ അതലമ്പ. ഈ ഒരു ഗുഹയ്ക്കകത്തവർ ഇത്രയും ഉണ്ടാക്കണമെങ്കിൽ ഐ ഡോണ്ട് നോ മാൻ, അൺബിലീവബിൾ. പിന്നെ വേറെ ആരാ അടുത്തത്? സൗബിക്ക. എൻ്റെ പൊന്നെ, ഈ എല്ലാ ഗ്രൂപ്പിലും ഉണ്ടാവുമല്ലോ ഒരു എൽഡർലി ഒരാളുണ്ടാവും. പുള്ളിക്കാരനായിരിക്കും നമ്മളെല്ലാവരും നോക്കുക, ചേട്ടാ. ആ ഒരു റോള് ആ സൗബിക്കയുടെ പോക്കറ്റിൽ ഭദ്രമായിരുന്നു. ഒരു സ്ഥലത്തും നമുക്ക് തോന്നിയിട്ടില്ല ഈ പുള്ളീനെ കണ്ട എങ്ങനെയോ ഇവന്മാരെ കൂടെ നടക്കണേന്ന് തോന്നി. ആ പുള്ളീനെ കാണുമ്പോഴും പുള്ളിയുടെ വർത്താനത്തിൽ നിന്ന് അറിയാം എന്തുകൊണ്ടാണ് ഇവർക്കെല്ലാം അത് കുട്ടേട്ടനായതെന്നുള്ളത്. സൗബിൻ ഹൈർ ഓൾവേസ് ഒന്നും പറയാനില്ല. സൗബിൻ ഹൈറിനൊന്നും ഒന്നും പറയാനില്ല. കാരണം പിന്നെ ഈ പടത്തിൽ കുറച്ച് പിവറ്റൽ മൂവ്മെൻറ്റ്സ് ഉണ്ട്. അതായത് ആ ഒരു സീൻ കാണുമ്പോൾ നമ്മൾ ആ പടമായിട്ട് കൂടുതൽ എൻഗേജ് ചെയ്യണം. കാരണം ഇതൊരു സർവൈവൽ ത്രില്ലറാണ്. സർവൈവൽ ത്രില്ലറാകുമ്പോൾ ചുമ്മാ രക്ഷപ്പെടുന്നതും വീഴുന്നതും പിടിക്കുന്നതും മാത്രം കാണിച്ചാൽ നമുക്കങ്ങനെ ഒരു പടമായിട്ട് ബോണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ എല്ലാ സർവൈവൽ ത്രില്ലേഴ്സും ഹിറ്റായേനെ. ഇതിനെന്താ വ്യത്യസ്തമാക്കുന്നതെന്ന് വെച്ചാൽ ചില സീനുകളുണ്ട്, അത് കാണുമ്പോൾ നമുക്ക് കരച്ചിൽ വരും. നമുക്കൊരു ഇമോഷണലി നമ്മൾ ഡൗൺ ആയി പോകും. കാരണം അവരുടെ ഒരു സ്ഥലത്ത് നിന്ന് ചിന്തിക്കും. എനിക്ക് എല്ലാം ഓർമ്മയില്ല, പക്ഷെ ഓർമ്മയുള്ളത് ഞാൻ പറയാം. ഫോർ എക്സാമ്പിൾ ഇവരുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, പേരും മറന്നുപോയി. പക്ഷേ പുള്ളിക്കാരൻ ഭയങ്കര ജേർമോഫോബിക്കാണ്. അതായത് വൃത്തി കോൺഷ്യസ് ആണ്. വൃത്തിയായിരിക്കണം, പൊടി തട്ടാണ്ടിരിക്കണം ഇത്. അപ്പോൾ ഈ സുഭാഷ് ഇതിൽ വീണ്ടും ഇവരെല്ലാവരും വെള്ളം തടയുന്നു, ക്ലീൻ ചെയ്യാൻ നോക്കുന്നു, എല്ലാം നോക്കുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് പോലീസുകാർ ഒന്ന് പറയും, മരിച്ചു പോയതിന് വെള്ളം ചെന്നാലെന്താ, വെള്ളം ചെന്നില്ലെങ്കിൽ എന്താ, അവൻ പോയി എന്ന് പറയും. ആ പോയി എന്ന് കേൾക്കുമ്പോൾ ദീപക് അതായത് ഈ മറ്റേ വൃത്തിയുള്ള ഫ്രണ്ടിൻ്റെ റോള് ചെയ്ത ആക്ടർ, പുള്ളിക്കാരൻ്റെ സുഭാഷേ എന്ന് പറഞ്ഞ് വിളിച്ച് ആ ചെളിവെള്ളത്തിൽ പോയി വീണ് കിടക്കണ ഒരു സീനുണ്ട്. എൻ്റെ പൊന്നു മോനെ, അത് ഐ തിങ്ക് ദാറ്റ് ആ ഒരു സീനിലാണ് പടത്തിൻ്റെ ഫുൾ ടോൺ സെറ്റ് ആവണം എൻ്റെ ഒരു അഭിപ്രായത്തിൽ. കാരണം അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും അവൻ സുഭാഷിനെ പൊക്കാണ്ട് ഇവിടെ നിന്ന് പോവില്ല. ചത്താലും ജീവിച്ചാലും സുഭാഷിനെ കൊണ്ട് ഇവർ പോവുള്ളൂ, നമുക്ക് അതിൽ നിന്ന് മനസ്സിലാവും. സോ ആ സീൻ അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സീൻ. അതെന്താ പറയുക എനിക്കറിയില്ല. ആ ഒരു സീൻ അതിലെല്ലാം ഉണ്ട്. ആ ഒരു ഗ്രൂപ്പിൻ്റെ ബോണ്ട് ഉണ്ട് ആ സീനിൽ. എൻ്റെ ഒരു വീക്ഷണകോണകത്തിൽ ഞാൻ കുറേ തവണ റിപ്പീറ്റ് അടിച്ച് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് അടിച്ച് കണ്ട സീനിലൊന്നാണത്. മറ്റേ ആ പുള്ളിക്കാരൻ പോയി വീഴുന്നത്. അത് ഭയങ്കര ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നൊരു സീനായിരുന്നു. പിന്നെ അതിൽ ഗ്രാഫിക്സ് ടീം, ഇതിന് സത്യം പറഞ്ഞ് ഇതിൽ ഗ്രാഫിക്സ് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അതാണ് ഇതിൻ്റെ ഗ്രാഫിക്സ്, ദ ഡീറ്റെയിലിങ് നമുക്ക് അത്ര അങ്ങനെ ഉണ്ടോ ഇല്ലയെന്നൊന്നും തോന്നില്ല. പക്ഷെ ഉണ്ട്, ഇല്ലയെന്നൊന്നും തോന്നില്ല. ഫോർ എക്സാമ്പിൾ ശ്രീനാഥ് ബാസി കുഴിയിലേക്ക് വീഴുന്ന സീനൊക്കെ ഹെവി, വെരി നൈസ്. ലൈക്ക് നമുക്കങ്ങനെ എന്നാലും കുറ്റം പറയണമല്ലോ കേട്ടോ, എന്നാലും വീഴുമ്പോൾ ഇച്ചിരി ഗ്രാഫിക്സ് അല്ലേ എന്ന് തോന്നും. പക്ഷെ എന്നാലും ആ വീഴണ കാണുമ്പോൾ ചങ്കൊന്ന് പടഞ്ഞു പോകട്ടോ. അത് നമുക്ക് വീണ കാണുമ്പോൾ അറിയാം. അതുകൊണ്ട് ഒറിജിനൽ ശരിക്കും വീണ സുഭാഷ് ചേട്ടൻ ഇത് കാണുന്നുണ്ടെങ്കിൽ
എൻ്റെ പൊന്നുമോനെ നിങ്ങൾ വേറെ ലെവലാട്ടോ, നിങ്ങൾ വേറെ ലെവൽ. ആൾക്കാർക്ക് പറയാം ഞങ്ങളെ വിളിച്ച് കയറ്റിയതാണ്, എന്നാലും നിങ്ങളവിടെ കിടക്കണമല്ലോ അത്ര നേരം. ഞാനൊക്കെ ആണെങ്കിൽ ഇപ്പോൾ അപ്പം തന്നെ ചത്തുള്ളൂ, ഉറപ്പാണ്. അത് അങ്ങനെ അതുപോലെ തന്നെ അതാണ് ഒന്നും പറയാൻ എനിക്ക് ഇനിയും പറയാനുണ്ട്. ചിലപ്പോൾ ഇതിൽ 4 മണിക്കൂർ പോയി ഈ വീഡിയോ, കാരണം അത്രയ്ക്ക് ആ പടം എൻ്റെ തലയിൽ കയറി എന്നുള്ളതാണ്. കുറേ നാളായി ഇങ്ങനെ ഒരു പടം കിട്ടിയിട്ട്. ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ ലാസ്റ്റ് എക്സ്പീരിയൻസിൽ ഞാനിങ്ങനെ ഒബ്സസ്ഡ് ആയിട്ടുള്ളൊരു മീഡിയ ചെർണോബിലാണ്. ചെർണോബിൾ ഗെയിം ഓഫ് ത്രോൺസിൻ്റെ ഒരു ഷോ ആണ്. ആ ഷോവിൻ്റെ ഇതിനകത്ത് ചില സീക്വൻസസ് ഒക്കെ കാണുമ്പോൾ എനിക്ക് അത് ഓർമ്മ വന്നു. ഫോർ എക്സാമ്പിൾ, പുള്ളി ആദ്യം കുഴിയിലോട്ട് വീഴുമ്പോൾ ഇതൊരു സ്ലോ ആയിട്ട് ഇവരെല്ലാവരും നോക്കുന്നൊരു സീനുണ്ട്. അതും ആ മഴ വരുമ്പോൾ ഉള്ള ആ ഒരു ഷോട്ടൊക്കെ ശരിക്കും എനിക്ക് ചെർണോബിലെ റിമൈൻഡ് ചെയ്ത്. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്ര ബ്യൂട്ടിഫുൾ ടു ലുക്ക് അറ്റ്. എല്ലാ സീനും ബ്യൂട്ടിഫുൾ ടു ലുക്ക് അറ്റ്. എനിക്ക് പറയാനുള്ളത് ഖാലിദ് റഹ്മാൻ ഞാൻ പടങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. ഐ നോ ഈസ് അമേസിങ് ഡയറക്ടർ ആൻഡ് ഇൻഡിവിജ്വൽ. ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. ട്രാവലറൊക്കെയാണ്. പക്ഷേ ആ ഡ്രൈവറിൻ്റെ റോള് എങ്ങനെ ചെയ്യണം, ആ ഡ്രൈവറിൻ്റെ റോൾ എങ്ങനെ നിൽക്കണം. ഫോർ എക്സാമ്പിൾ, ജസ്റ്റ് പുള്ളിക്കാരൻ ആ ഗ്രൂപ്പിൻ്റെ ഒരു മെമ്പർ ആയിട്ടില്ല, ഇപ്പോഴാണ് അതായത് റിയൽ ലൈഫിൽ, പക്ഷെ അപ്പം ആയിട്ടില്ല. അപ്പം ഒരു ബൗണ്ടറി ഉണ്ടല്ലോ, ആ ബൗണ്ടറി നല്ല രീതിയിൽ പുള്ളി അഭിനയിച്ച് കാണിച്ചു. ആ ഒരു നല്ല എല്ലാത്തിനും കൂടെ നിൽക്കും, എന്നാലും അതേസമയം ഹി ടേക്സ് കെയർ ഓഫ് ദം. പിന്നെ വണ്ടി എടുക്കാൻ പറയുമ്പോൾ എനിക്ക് കൊന്നാലും വണ്ടി എടുക്കില്ല എന്ന് പറയുന്നൊരു സീനുണ്ട്. അവിടെയാണ് പുള്ളിയും ആ ഒരു ഗ്രൂപ്പിലൊരു മെമ്പറാവുന്നത്. പുള്ളി ആ ഒരു ഗ്രൂപ്പിൻ്റെ മെമ്പറായി. അതൊരു വളരെ നൈസായിട്ട്, അതൊരു സട്ടിൽ ആക്ടിങ് ആണ്. എനിക്കറിയില്ല കേട്ടോ, ഞാൻ നേരിട്ട് പരിചയപ്പെട്ടിട്ടില്ല. പക്ഷെ ആ ഒരു ഇന്നസെൻസ് ഉണ്ടായിരുന്നു ആ ക്യാരക്ടറിൽ. ഒരു പാവം പിടിച്ചൊരു ചേട്ടൻ, ഹീസ് ഡൂയിങ് ദിസ് ഫോർ ദ മണി. അറ്റ് ദ സെയിം ടൈം പുള്ളിക്കാരൻ ഇവരൊക്കെ ഇഷ്ടമാണ്, ആ ഒരു മുഖത്തുണ്ട് ഇവരുടെ കമ്പനി കൊള്ളാം എന്നുള്ള അതും വളരെ അടിപൊളിയായിരുന്നു. വേറെ ആരാ അയ്യോ, വേറെ ആളെ ബാലു വർഗീസ്. എൻ്റെ പൊന്നു മോനെ, എനിക്ക് ബാലു വർഗീസിന് ഇഷ്ടം. ബാലു വർഗീസ് മറ്റേ ഹണിബിയിലൊക്കെ തൊട്ടാണ് എനിക്ക് ഈ ഡൂഡ് കൊള്ളാല, ഇങ്ങനെ കൊള്ളാല എന്നൊരു മൂടായതുകൊണ്ട് ഹണിബിയിലാണ് ഞാൻ ഫോളോ ചെയ്ത് തുടങ്ങിയത്. ബാലു വർഗീസ് ഒരു രക്ഷയില്ല ഈ പടത്തിൽ. കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്തിരുന്നു ഇങ്ങനെ എന്തോ ഓവറാണെന്നുള്ളത്. പക്ഷെ ആ കമൻറ്റ് ചെയ്തവർ ചിലപ്പോൾ ഒറിജിനൽ നിക്സനാണോ അല്ല സിക്സനാണ് ഒറിജിനൽ. സിക്സിൻ്റെ ഇവരുടെ ഇൻ്റർവ്യൂ കണ്ടപ്പോൾ അത് ആക്യുറേറ്റ് ആണ്. പുള്ളിക്കാരൻ അങ്ങനെ ഒരു ഒച്ചയും ബഹളവും അങ്ങനെ തെറിച്ച് നടക്കുന്ന ഒരു ഡൂഡാണ്. അതാണ് ബാലു വർഗീസ് 100% ഷുവർ. അത് അങ്ങനെയാണ് ചെയ്തതെന്ന് എനിക്ക് തോന്നി. എനിക്ക് വെറുപ്പിക്കലായിട്ട് തോന്നിയിട്ടേ ഇല്ല. അതുമല്ല, വീണ് കഴിഞ്ഞിട്ടുള്ള ബാലു വർഗീസിൻ്റെ അഭിനയം ഒറിജിനൽ ഇതിനേക്കാൾ അടിപൊളിയായിരുന്നു എനിക്ക് തോന്നിയത്. കാരണം ആ വിളിക്കണതും ആ മുഖത്തുള്ള എക്സ്പ്രഷൻസും പിന്നെ അലറി വിളിച്ചിട്ട് ആ ഒച്ച കേൾക്കുമ്പോൾ മുഖത്തുള്ള സന്തോഷവും, അതൊക്കെ ചെറിയ കാര്യങ്ങളാണ്. അതിങ്ങനെ അഭിനയിച്ച് കാണിക്കാൻ പറ്റില്ല, അത് ഫീൽ ചെയ്ത് അഭിനയിക്കുക. അത് ചിലപ്പോൾ ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് വർക്കിൽ എനിക്കറിയില്ല, കാരണം ആ റോള് പെർഫെക്റ്റ് ആയിട്ട് ബാലു വർഗീസ് ചെയ്തു എന്നുള്ളതാണ്. ബാലു വർഗീസ് എങ്ങനെയാടാ ഇങ്ങനെ അഭിനയിക്കാൻ പറ്റണം. എനിക്കൊക്കെ അഭിനയിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പറയുമ്പോൾ പറയാനല്ലാണ്ട് അത് എങ്ങനെയാ കൂട്ടുകാരൻ മരിച്ചു പോയൊരു കൂട്ടുകാരൻ മരിച്ചുപോയതല്ല, കുഴിയിൽ വീണൊരു കൂട്ടുകാരൻ 30 മിനിറ്റ് കഴിഞ്ഞ് തിരിച്ച് വിളിക്കുമ്പോഴുള്ള സന്തോഷം മുഖത്ത് കാണിക്കാൻ പറഞ്ഞു. ഞാൻ എന്താ കാണിക്കാന്ന് എനിക്കറിയില്ല, പക്ഷെ പുള്ളി കാണിച്ചത് അതാണ്. അതിൽ കൂടുതൽ ഒന്നും ചെയ്യാനില്ല. ആരെങ്കിലും തന്നെ വിഷമാവുക. പിന്നെ വേറെ ആരാ? ഗണപതി. എൻ്റെ പൊന്നെ, പാലും പഴവും കൈകളിലേന്തി. ഞാൻ ഗണപതിൻ്റെ ആദ്യത്തെ പടം എൻ്റെ ഓർമ്മയിലുള്ളത് വിനോദയാത്രയാണ്. കാരണം എൻ്റെ അപ്പനും അമ്മയും ആദ്യമായിട്ട് എന്നെ കൂട്ടാണ്ട് സിനിമയ്ക്ക് പോയി. അതായത് ഞാൻ ജനിച്ചതിന് ശേഷം, അതിന് മുമ്പ് പോയൊരു പടമാണ് വിനോദയാത്ര. അതുകൊണ്ട് എനിക്കത് കാണില്ല എന്നൊരിതിലായിരുന്നു. എന്നിട്ട് ഞാൻ ഫൈനലി കണ്ടപ്പോൾ ഇപ്പോഴും എനിക്ക് ഓർമ്മയുള്ളത് ആ സീന. പാലും പഴവും കൈകളിലേന്തി. ആ സെയിം ആ പുള്ളി, ആ കൊച്ചാണ് ഈ പടത്തിലെ എല്ലാവരെയും കാസ്റ്റ് ചെയ്തതെന്ന് എന്ന് ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാകാം പുള്ളിക്കാരൻ എവിടം വരെ എത്തി എന്നുള്ളത്. എവിടം വരെ എത്തിയെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അത് മതി. കാരണം ഒറിജിനൽ മഞ്ഞുമേൽ ബോയ്സും ഇവരെ പടത്തിൽ അഭിനയിച്ചവരെ വെച്ച് നമ്മൾ സൈഡ് ബൈ സൈഡ് നോക്കുമ്പോൾ ഉണ്ടല്ലോ, പക്കാ കാസ്റ്റിംഗ്. അതായത് അവരുടെ പേഴ്സോണയാണെങ്കിലും അവരുടെ ഡ്രസ്സിങ്ങും അവർ കാണാൻ തന്നെ ശരിക്കും അതെങ്ങനെ എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നിയത്, ബാക്കി എല്ലാവരും ഞാൻ സമ്മതിച്ചു കൊടുക്കും, പക്ഷെ ജീൻ പോളിൻ്റെയും
മറ്റേ ഒറിജിനൽ ഗ്രൂപ്പിൽ എനിക്ക് ആ ചേട്ടൻ്റെ പേരറിയില്ല കേട്ടോ. അവർ രണ്ടുപേരും കാണുമ്പോൾ ആ ഒരു റഗഡ്, ആ ഒരു ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാക്കണ ആ ഒരു ഫീൽ അത് മാച്ച് ചെയ്ത് കാസ്റ്റ് ചെയ്തു. അതൊരു വല്ലാത്ത കഴിവാണ്. കാസ്റ്റിംഗ് വല്ലാത്തൊരു കഴിവാണ്. അത് ഗണപതിക്ക് 100-ൽ 120 മാർക്കാണ് കോടതി കൊടുക്കുന്നത്. വേറെ എന്താണോ പറയാനുള്ള ഈ പടത്തിന്? വേറെ എനിക്കറിയില്ല. എനിക്ക് ഇനിയും കുറേ പറയാനുണ്ട്, പക്ഷെ എനിക്കങ്ങോട്ട് പറ്റണില്ല. പറഞ്ഞ് ഒരു വരിവായി. ഇത് ഏറ്റവും വലിയ ഞാനിപ്പോൾ താമസിക്കുന്നത് കാനഡയിലാട്ടോ. ഞാൻ കാനഡയിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. അപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്തൊക്കെ എനിക്ക് ഫേവറേറ്റ് കസ്റ്റമേഴ്സ് ഉണ്ടാവില്ല. അപ്പോൾ ഫേവറേറ്റ് കസ്റ്റമേഴ്സിൻ്റെ അടുത്തൊക്കെ ഞാൻ ഒരു എൻ്റെ ഫോണിലൊരു ലിങ്ക് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ആൾക്കാർ എന്താ ഞാൻ പടത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അവർ ചോദിക്കും എന്താ പടത്തിൻ്റെ പേര് എന്ന് ചോദിക്കില്ല. അപ്പോൾ മഞ്ഞുമേൽ പോയി ഇത് കാണിച്ചു കൊടുത്ത് ഇവർക്ക് പറഞ്ഞു മനസ്സിലാവുന്നില്ല. ഞാൻ ഒരു പോസ്റ്ററിലാക്കി അപ്പോൾ ഇതാണ് പടം 8.6 ഉണ്ട് IMDb-യിൽ, ഇത്ര ആൾക്കാർ, ഇത് കേരള വൈസ് നിങ്ങൾ കാണണം. എന്നെ കൊണ്ട് വിൽക്കാവുന്ന രീതിയിൽ ഞാൻ വിൽക്കുന്നത്. കാരണം ഇതൊരു അമേസിങ് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ആൾക്കാർ ചോദിക്കും തിയേറ്ററിൽ പോയി കണ്ടു. ഒന്നുമില്ല. ഈ മേക്കേഴ്സ് ഇതുണ്ടാക്കിയത് ഈ ആർട്ട് ഇത് അപ്രീഷിയേറ്റ്, അതായത് ഈ സിനിമയോടൊരു പ്രേമം ഉണ്ടായിട്ടാണ് അവരുണ്ടാക്കിയത്. പ്രേമം ഇസ് നോട്ട് ദ റൈറ്റ് വേർഡ്. ഈ ഒരു ഇവരുടെ ഒറിജിനൽ കഥയും ഇതിൻ്റെ മേക്കിങ്ങിനോടും ഇവർ 100% ലോയലായിരുന്നു. അതുകൊണ്ട് ഇത് തിയേറ്ററിൽ കണ്ടാലോ, ഫോണിൽ കണ്ടാലോ, TV-യിൽ കണ്ടാലോ, അതുമല്ല നിങ്ങളുടെ വണ്ടിയിൽ എവിടെ കണ്ടാലും കൊള്ളാനുള്ളിടത്ത് കൊണ്ടോളും. പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ ഹെഡ്ഫോൺസ് വെച്ച് കാണണം. കാരണം ഇതിൻ്റെ സൗണ്ട് ഡിസൈൻ ജസ്റ്റ് ക്യാരീസ് യു. അത് പറഞ്ഞാൽ മനസ്സിലാവും. അതുകൊണ്ട് നിങ്ങൾ കണ്ടില്ല, തിയേറ്ററിൽ കണ്ടില്ല എന്ന് വെച്ചാൽ കാണാണ്ടിരിക്കുകയൊന്നും ചെയ്യരുത്. എന്തായാലും പോയി കാണുക. പിന്നെ വേറെ ഞാൻ എന്തെങ്കിലും മിസ് ചെയ്തോ എന്നാണ് ഞാനിപ്പോൾ ആലോചിക്കണേ. എന്തെങ്കിലും മിസ് ചെയ്തോ? വേറെ ആരെങ്കിലും മിസ് ചെയ്തോ? നോക്കട്ടെ കേട്ടോ. ഇല്ല, ഞാൻ അങ്ങനെ എനിക്കങ്ങനെ ഇമ്പാക്റ്റ് ചെയ്ത കുറേ ആൾക്കാരുണ്ട് കേട്ടോ. ഇതിൻ്റെ ഫുൾ പ്രൊഡക്ഷനൊന്നും ഞാൻ താങ്ക് ചെയ്തിട്ടില്ല. ബിക്കോസ് അവർക്ക് എല്ലാവർക്കും ദേ ഡിസേർവ് എൻ അപ്ലോസ്. ബിക്കോസ് ചെറിയൊരു പാർട്ടാണെങ്കിലും ദാറ്റ് ആഡ്സ് അപ്പ് ടു ദ ഹോൾ whatever that is. സോ എനിക്കറിയില്ല വേറെ ആരെയാണ് താങ്ക് ചെയ്യണമെന്ന്. പക്ഷെ ഐ തിങ്ക് ഇഫ് യു ആർ എ പേഴ്സൺ ഹു ലവ്സ് സിനിമ, ഇഫ് യു ആർ എ പേഴ്സൺ ഹു ലവ്സ് സ്റ്റോറി ടെല്ലിങ്, and if you are a fan of perfection, you should definitely watch Manju Boys.